ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് പകരം വീട്ടുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി. നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ മുജ്തബ ഖാംനെയി ഓരോ തുള്ളി രക്തത്തിന്റെയും വില യുഎസും ഇസ്രായേലും ഒടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ശത്രുക്കളുടെ ശത്രുതയെ മാത്രമാണ് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. നീതി നടപ്പാക്കുക തന്നെ ചെയ്യും, ഖാംനെയി പറഞ്ഞു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടിരുന്നു. പിന്നാലെ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലും മരണം സ്ഥിരീകരിച്ചു. അലി ലാരിജാനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ സെക്രട്ടറി ഓഫ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ മേധാവി ആരാകുമെന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട്. ലാരിജാനിക്ക് പകരക്കാരനായി IRGC മുൻ കമാൻഡർ മൊഹ്സൻ റസായിയുടെ പേരിനാണ് മുൻതൂക്കം. നിലവിൽ മുജ്തബ ഖാംനെയുടെ സീനിയർ സൈനിക ഉപദേശകനാണ് റസായി. തിങ്കളാഴ്ചയാണ് മുജ്തബ ഈ സ്ഥാനത്തേക്ക് റസായിയെ നിയമിച്ചത്. 1981 മുതൽ 1997 വരെ 16 വർഷം ഇറാൻ സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്നു റസായി. 27ാം വയസ്സിലാണ് റസായി ഇറാൻ സൈന്യത്തിന്റെ ഭാഗമായത്. ഇറാന്റെ സമുന്നത നേതാക്കൾ കൊല്ലപ്പെടുന്നത് തുടരുമ്പോഴും ഉടൻ തന്നെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നു. ഇത് ഇസ്രായേലിനെയും US-നെയും ഞെട്ടിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 20ാം നാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും ഇറാനു നേരെ US-ഉം ലബനാനു നേരെ ഇസ്രായേലും അതിരൂക്ഷ കടന്നാക്രമണങ്ങൾ അടിച്ചുവിടുകയാണ്. തെഹ്റാൻ, തബ്രീസ്, ബാഷൂറ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലും US ഇസ്രായേൽ സംയുക്താക്രമണം നടത്തി. ബുഷഹറിൽ എണ്ണ നിലയങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാനിൽ ഇതിനകം 1500ഓളം പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഹുർമൂസ് തീരത്ത് US സേന ബങ്കർ ബസ്റ്റർ ബോംബാക്രമണം നടത്തി. 2268 കിലോഗ്രാം ഭാരമുള്ളതും ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ളതുമായ ഡീപ് പെനട്രേറ്റർ ബോംബുകളാണ് സൈനിക നിലയങ്ങൾ ലക്ഷ്യം വെച്ച് പ്രയോഗിച്ചത്. ലബനാനിൽ ഇസ്രായേൽ അധിനിവേശം തുടരുകയാണ്. സെൻട്രൽ ബൈറൂത്തിൽ മാത്രം ഇന്നലെ 20 പേർ കൊല്ലപ്പെട്ടു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ ഇതിനകം 912 പേർ കൊല്ലപ്പെട്ടു. 10 ലക്ഷം പേർ പലായനം ചെയ്തു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ഇറാനിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ പ്രധാന നേതാവാണ് 64-കാരനായ ഇസ്മയിൽ ഖാദിബ്. ഇറാന്റെ നേതാക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. നേതാക്കളുടെ മരണം കൊണ്ട് പിൻവാങ്ങില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പ്രതികരിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ തെൽ അവീവ് ലക്ഷ്യമാക്കി നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ടു. സംഭവങ്ങളിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കും അതിശക്തമായ ഡ്രോൺ വർഷമാണ് ഇറാൻ നടത്തിയത്. മേഖല അതിജാഗ്രതയിലാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രിമാർ. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഇറാൻ. നിലവിലെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇറാന്റെ ലക്ഷ്യം.